നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും G2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. ഒന്ന് ടർബോ സിനിമയാണെങ്കിൽ മറ്റൊന്ന് ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയാണ്. ഇന്നലെ ഒരു സൂപ്പർ സൺഡേ ആയിട്ട് ഈ രണ്ട് സിനിമകൾക്കും മാറുന്നൊരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും തന്നെ ഒരു പടി റെക്കോർഡും ഈ സിനിമകളൊക്കെ ഇങ്ങനെ തീർത്ത് മുന്നോട്ട് കാണിക്കുന്നത് ഇത് ഒരു റെക്കോർഡ് ചരിത്ര മുന്നേറ്റത്തിലേക്ക് ടർബോ സിനിമ നീങ്ങുന്നു എന്നുള്ളതാണ്. അപ്പം വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും, കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്താൽ കൂടുതൽ റീച്ച് കിട്ടിയേനെ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി പ്രതീക്ഷിക്കുന്നു. എന്തായാലും തന്നെ നമുക്ക് ഗുരുവായൂർ അമ്പലനട സിനിമയുടെ ഇന്നലത്തെ ഒരു ബുക്കിംഗ് നമുക്ക് ഞായറാഴ്ച ആയിരുന്നു. സൂപ്പർ സൺഡേ ആയിട്ട് ഇന്നലെ ഞായറാഴ്ച മാറിയ കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. എന്തായാലും തന്നെ റെക്കോർഡ് ബുക്കിംഗ് തന്നെ ഇന്നലെ അത്രയും ദിവസം കഴിഞ്ഞിട്ടും നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. 200 ഷോയിലധികം ഫാസ്റ്റ് ഫീഡിങ് നമുക്ക് കേരളം ഒട്ടാകെ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയ്ക്ക് കാണാൻ സാധിച്ചിരുന്നു. എന്തായാലും മത്സരം എന്ന് പറഞ്ഞാൽ കട്ടയ്ക്ക് കട്ട മത്സരമായിരുന്നു. ടർബോ സിനിമയ്ക്കാവട്ടെ 210 ഷോയാണ് ഫാസ്റ്റ് ഫീഡിങ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ആദ്യമൊക്കെ ഗുരുവായൂർ അമ്പലനടയിലായിരുന്നു ഒരുപാട് മുന്നിൽ, പക്ഷെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേന് ടർബോ സിനിമ അങ്ങോട്ട് അടിച്ച് കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും ഇക്കയുടെ ഒരു പവറിൽ രാവിലെ നേരെ പകുതിയൊക്കെ ആയിരുന്നു, അതായത് 140 ഷോ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയ്ക്ക് രാവിലെ നോക്കുമ്പോൾ മൊത്തത്തിൽ കേരളം ഒട്ടാകെ ഉണ്ടായിരുന്നെങ്കിൽ വെറും 100-110 ഷോ മാത്രമായിരുന്നു, അതായത് 10-25 ഷോയോളം കുറവായിരുന്നു ഫാസ്റ്റ് ഫീഡിങ്ങിന്റെ കാര്യത്തിൽ ടർബോ സിനിമ. പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേന് ഇക്കയുടെ ആ ഒരു പവർ അങ്ങോട്ട് കാണിക്കാൻ തുടങ്ങി. 220 ഷോസ് ഫാസ്റ്റ് ഫീഡിങ് ഇന്നലത്തെ ദിവസം വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോരിച്ചൊരിയുന്ന മഴ, ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ ഒരു ഫാമിലി ഓഡിയൻസിനെ കയ്യിലെടുക്കുന്ന സിനിമ നിൽക്കുന്നു. അതുകൂടാതെ തലവൻ, മന്ദാകിനി, അപ്പുറത്ത് ഉണ്ണിമൂന്തന്റെ തമിഴ് സിനിമയായിട്ടുള്ള അങ്ങനെ ഗരുഡൻ ഒരുപാട് സിനിമകൾ ഓപ്ഷൻസ് ആയിട്ട് ഉണ്ടായിട്ട് പോലും മമ്മൂക്കയുടെ ടർബോ സിനിമയ്ക്ക് ഇന്നലെ നല്ല രീതിയിലുള്ള ഒരു ബുക്കിംഗ് കാണുന്ന ഒരു സൂചകമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഗുരുവായൂർ അമ്പലനടയിലും ഒട്ടും മോശമാക്കിയിട്ടില്ല. വേറൊരു കാര്യമുള്ളത്, ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ എത്ര ദിവസമായെന്നൊന്ന് ഓർത്ത് നോക്കി. 1-2 ദിവസമല്ല, ഇന്നലെയും കൊണ്ടായി 18ാമത്തെ ദിവസവും ഇത്രയധികം ബുക്കിംഗ് ഇന്നലെ ഞായറാഴ്ച ദിവസം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. ടർബോ സിനിമയാവട്ടെ 11 ദിവസം ഇന്നലെയും കൊണ്ടായിരിക്കുകയാണ്. എന്തായാലും മമ്മൂക്കയുടെ കരിയറിലെയും പൃഥ്വിരാജിന്റെ കരിയറിലെയും കരിയർ ബെസ്റ്റ് സിനിമകളായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമകളായിട്ടൊക്കെ ഇത് മാറുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഇന്നലത്തെ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ഇന്നലെ ഒരു സൂപ്പർ സൺഡേ ആയിട്ട് കേരള കളക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മാറി എന്ന് പറയാൻ സാധിക്കും. കാരണം ഇത്രയധികം ദിവസം കഴിഞ്ഞിട്ട് 18ാമത്തെ ദിവസമായിട്ടുള്ള ഇന്നലെ ഞായറാഴ്ച മാത്രം നേടിയത് 1,55 ലക്ഷം രൂപയോളം കളക്ഷനായിട്ട് സ്വന്തമാക്കി എന്നാണ് അറിയുന്നത്. മൊത്തം അങ്ങനെ കേരളത്തിൽ നിന്നും 18 ദിവസം കൊണ്ട് സ്വന്തമാക്കിയതാവട്ടെ 43,42 ലക്ഷം രൂപയാണ്. ഒരു 50 കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ എന്തായാലും ഉറപ്പായിട്ടും തൂക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ഇനിയും നമുക്ക് അറിയേണ്ടത് വേൾഡ് വൈഡ് കളക്ഷൻ 100 കോടിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. അതിനുള്ള ചാൻസും ഇപ്പം നിലവിൽ കാണുന്നുണ്ട്. എന്തായാലും 90 കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ കർണാടകയിലാവട്ടെ 8 ലക്ഷം രൂപയുള്ള ഇന്നലെ കളക്ഷൻ വന്നു. മൊത്തം 3,25 ലക്ഷം രൂപയാണ് 18 ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ 6 ലക്ഷം രൂപയോളം കളക്ഷൻ വന്നു. മൊത്തം 1,62 ലക്ഷം രൂപയാണ് ഇത്രയും ദിവസത്തെ കളക്ഷൻ. ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ നോക്കുമ്പോൾ 5 ലക്ഷം രൂപയോളം ഇന്നലെയും സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത്. മൊത്തം 2,13 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത്. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ഇന്നലെ 18ാമത്തെ ദിവസമായിട്ടുള്ള സൂപ്പർ സൺഡേ ആയിട്ട് മാറ്റിക്കൊണ്ട് നേടിയതാവട്ടെ 1,74 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ആ ചരിത്ര നേട്ടത്തിലേക്ക് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന ഈ കൊച്ചു ചിത്രം എത്തിയിരിക്കുകയാണ്. എന്തായാലും ബേസിൽ ജോസഫിന്റെ കരിയറിലെ ആദ്യമായിട്ട് 50 കോടി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടിയിലേക്ക് എത്തുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറി. പൃഥ്വിരാജിന്റെ കരിയറിലെ രണ്ടാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു 50 കോടി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കി. അതിന് കേരളത്തിൽ നിന്നും മാത്രം 50 കോടിയും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം 65 കോടി റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ 100 കോടിക്കുള്ള സാധ്യതയുണ്ട്. ഇനി വിദേശ രാജ്യത്തെ കളക്ഷൻ ആവട്ടെ 32.5 കോടി രൂപയാണ് 18 ദിവസം കൊണ്ട് തൂക്കിയിരിക്കുന്നത്. അങ്ങനെ മൊത്തം വേൾഡ് വൈഡായിട്ട് ഇപ്പം നിലവിൽ തന്നെ 18 ദിവസം കൊണ്ട് 83 കോടി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു 17 കോടി രൂപയും കൂടെ വന്നു കഴിഞ്ഞാൽ 100 കോടി എന്ന
രണ്ട് ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ 200 കോടി ക്ലബ്, ഒരു കലണ്ടർ വർഷം 200 കോടി ക്ലബിൽ നിന്ന് എത്തുന്ന ആദ്യത്തെ നടനായിട്ട് പൃഥ്വിരാജ് മാറും. അത് മാറുമോ ഇല്ലയോ എന്നൊക്കെയുള്ള നിങ്ങൾ വലിയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതിനുള്ള ചാൻസ് ഇപ്പോഴും ഞാൻ നിലവിൽ കാണുന്നുണ്ട്. ഇനി ടർബോ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 കോടി രൂപയോളമാണ് ഇന്നലെ ഞായറാഴ്ച ദിവസം സ്വന്തമാക്കിയത്. സിനിമ ഇറങ്ങിയിട്ട് 11ാമത്തെ ദിവസവും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ വന്നെന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം മമ്മൂക്കയുടെ കരിയറിലെ 2ാമത്തെ ഞായറാഴ്ച ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്ന ഒരു സിനിമയായിട്ട് ടർബോ സിനിമ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും 13 ലക്ഷം രൂപയോളം ഇന്നലെയും സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത്. മൊത്തം അവിടെ 2.5 കോടി രൂപ കഴിഞ്ഞ് 2 കോടി 51 ലക്ഷം രൂപയാണ് 11 ദിവസത്തെ കർണാടക ബോക്സ് ഓഫീസിലെ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്നാവട്ടെ 4 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത്. മൊത്തം 96 ലക്ഷം രൂപയിലേക്ക് 11 ദിവസത്തെ കളക്ഷൻ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ കളക്ഷനോടുകൂടി 1 കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷനിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ 5 ലക്ഷം രൂപയോളം സ്വന്തമാക്കി മൊത്തം 1 കോടി 10 ലക്ഷം രൂപയാണ് 11 ദിവസത്തെ ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ ടർബോ സിനിമയുടെ സംഭാവന എന്ന് പറയുന്നത്. എന്തായാലും തന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഇന്നലെ 2 കോടി 22 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ നേടിയതായിട്ടാണ് അറിയുന്നത്. ഒരു സൂപ്പർ സൺഡേ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇക്കയുടെ ഒരു ഞെട്ടിക്കുന്ന പ്രകടനം തന്നെ ഇന്നലെ ഞായറാഴ്ച. അത്രയും സിനിമകളൊക്കെ ഉണ്ടായിട്ടും മഴയൊക്കെ ഉണ്ടായിട്ടും നല്ല രീതിയിലുള്ള ഒരു പ്രകടനം ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും പ്രൊമോ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്ക് പ്രകാരം നല്ല രീതിയിലുള്ള കൊയ്ത്തിനുള്ള സാധ്യത ഇനിയും ഉണ്ടെന്നുള്ളതാണ് ഒരു മികച്ച ഹോൾഡോടുകൂടി ഇന്നലെ അത്രയും കളക്ഷൻ വന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 2 കോടി 22 ലക്ഷം വന്നപ്പം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 11 ദിവസം കൊണ്ട് നേടിയതാവട്ടെ 34 കോടി 42 ലക്ഷം രൂപയാണ്. അതൊരു 50-60 കോടി റേഞ്ചിൽ വന്നാൽ മാത്രമേ എന്താവുള്ളൂ 100 കോടി ക്ലബിലേക്ക് എത്തുകയുള്ളൂ. നമുക്ക് കാത്തിരിക്കാം എന്നല്ല എന്ത് പറയാൻ. ഒരു 10-20-25 കോടി റേഞ്ചിലൊക്കെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഇനിയും കളക്ഷനായിട്ട് നേടേണ്ടതായിട്ടുണ്ട്. നേടുകയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതിനുള്ള സാധ്യത ഉണ്ട്. കാരണം മറ്റു വലിയ സിനിമകളൊന്നും ഈ മാസം റിലീസ് ആവുന്നതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു മാസം നല്ല രീതിയിൽ വലിയ തരക്കേടില്ലാതെ ഒരു 60-70 ലക്ഷം രൂപ വെച്ചൊക്കെ പെർ ഡേ കേരളത്തിൽ നിന്നും കളക്ഷൻ വേൾഡ് വൈഡ് ഒരു 1 കോടി രൂപയ്ക്ക് അടുത്ത് വെച്ചൊക്കെ കളക്ഷൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വിദേശ രാജ്യത്ത് നിന്നും ഇന്നലെയും 1 കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ വന്നതായിട്ടാണ് അറിയുന്നത്. അങ്ങനെ വിദേശ രാജ്യത്ത് മൊത്തത്തിൽ 11 ദിവസം കൊണ്ട് 30 കോടി രൂപയ്ക്ക് അടുത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ 30 കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അവിടെ ഒരു 40-45 കോടി റേഞ്ചിലൊക്കെ വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയമാണ്. എന്തായാലും വന്നാൽ 100 കോടിക്കുള്ള സാധ്യത ഉണ്ടെന്ന് പറയട്ടെ. എന്തായാലും 3 കോടി രൂപയ്ക്ക് അടുത്ത് ഇന്നലെ 11ാമത്തെ ദിവസം ടർബോ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ജോസേട്ടൻ അങ്ങ് തൂക്കി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ വേൾഡ് വൈഡ് കളക്ഷൻ 64 കോടി 42 ലക്ഷം രൂപയിലേക്ക് 11 ദിവസം കൊണ്ട് തന്നെ എത്തിയിരിക്കുകയാണ്. ഇതെന്തായാലും റെക്കോർഡാണ്. ഭ്രമയുഗത്തിനെയൊക്കെ നിസ്സാരമായിട്ട്, ഭ്രമയുഗ ലൈഫ് ടൈം 59 കോടിയായിരുന്നു, അതിനെയൊക്കെ നിസ്സാരമായിട്ട് മറികടന്നു. ഇനി ഇതിനു മുമ്പിലുള്ളത് മമ്മൂക്കയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള കണ്ണൂർ സ്ക്വാഡ്, പിന്നെ ഭീഷ്മർവൻ. ഈ 2 സിനിമകളെയും തകർക്കുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ സംശയമാണ്. എന്തായാലും തകർക്കാനുള്ള സാധ്യത ഇപ്പോഴും കാണുന്നുണ്ട്. ഇനി അതും കഴിഞ്ഞ് 90 കോടിയും കഴിഞ്ഞ് 100 കോടി ക്ലബിലും എത്തുമെന്നുള്ളത് സംശയത്തിൽ നിൽക്കുകയാണ്. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ 100 കോടിക്കുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും ചാൻസ് ഉണ്ട്, ഇല്ലെന്നല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ